ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പഴയ സ്കിൻ ടോൺ ആണ്. എൻ്റെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സൺടാൻ ഉണ്ടായിരുന്നു, അതുപോലെ മുഖക്കുരു ഉണ്ടായിരുന്നു, പിന്നെ അനീവനായിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടായിരുന്നു, പല സ്ഥലത്തും പല കളറായിട്ടിരിക്കുക, അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്നാനും അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല എൻ്റെ സ്കിന്ന് നല്ല ബ്രൈറ്റനിങ് ആക്കാനും ഒക്കെ സഹായിച്ചൊരു അടിപൊളി ഡ്രിങ്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാസ് ഹെവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിൻ വൈറ്റനിങ്ങിന് പറ്റിയൊരു അടിപൊളി ഡ്രിങ്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു ഡ്രിങ്ക് മാത്രം, ഒരു ഷേക്ക് പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഹെൽത്തി ആയിട്ട് ഭയങ്കര അധികം നമുക്ക് യൂസ്ഫുൾ ആണ്. അതേപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൻ ബ്രൈറ്റനിങ് ആവുക, സ്കിന്നിലുണ്ടാകുന്ന പിമ്പിൾസ് കുറയാൻ സഹായിക്കുക, അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയാൻ ഇത് സഹായിക്കാറുണ്ട്. അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളത്, മോർണിംഗ് വേണം നമ്മളിത് കഴിക്കാനായിട്ട്. പിന്നെ വെയിറ്റ് ഗെയിനിനും സഹായിക്കാണ്ട് വെയിറ്റ് ലോസിനും സഹായിക്കും. പക്ഷേ അത് നമ്മൾ ഡിപ്പെൻസ് ആണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും അനുസരിച്ചാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് സ്കിൻ വൈറ്റനിങ്ങിന് വളരെയധികം സഹായിക്കും. നമ്മുടെ സ്കിന്ന് നല്ല പോളിഷായിട്ട് നല്ല ക്ലിയർ സ്കിന്ന് കിട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് രാവിലെ മോർണിംഗ് വേണം നിങ്ങൾ കഴിക്കാനായിട്ട്, രാത്രിയല്ല, മോർണിംഗ് തന്നെ കഴിക്കണം. രാവിലെ ഇത് കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. എനിക്കൊരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കൊരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 1 വീക്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കൊരു ഗ്ലോയിങ് ഉണ്ടാവില്ല. ഒരു ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. നല്ലപോലെ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഉണ്ടാകുന്ന പിമ്പിൾസ് ഉണ്ടല്ലോ, വളരെയധികം കുറയാൻ നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. കരിച്ചത് പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ അങ്ങനെയുള്ള പിമ്പിൾസൊക്കെ കുറയാൻ സഹായിക്കുകയുള്ളൂ. പിന്നെ അല്ലാതെ ഹോർമോൺ ചേഞ്ചസ് ഉള്ള പിമ്പിൾസ് അങ്ങനെ കുറയില്ല. അത് നമുക്ക് അല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ലപോലെ റിസൾട്ട് തരുന്നൊരു ഡ്രിങ്കാണ്. നമുക്ക് രാവിലെ മോർണിംഗ് ഇത് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ലപോലെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കുകളൊക്കെ ഇല്ലേ, ഇപ്പോൾ പാക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതിനൊരു പരിമിതിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ കയ്യിലായിരിക്കും, കാലിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലൊരു ഷേക്ക് അല്ലെങ്കിൽ ഡ്രിങ്ക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഫുള്ളായിട്ടൊരു ചേഞ്ചസ് വരുത്താൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്കൊരുപാട് റിസൾട്ട് കിട്ടിയൊരു സ്കിന്ന് നല്ലപോലെ പോളിഷ് ആക്കാനും അതുപോലെ തന്നെ പിമ്പിൾസ് കുറയാനും നമ്മുടെ ക്ലിയർ സ്കിന്ന് കിട്ടാനും അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണ് ഒക്കെ നമുക്ക് പലതരത്തും പല കളറ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കുറയാൻ സഹായിച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇത് വളരെ ഹെൽത്തിയാണ്. അതേപോലെ തന്നെ സ്കിന്ന് നമുക്കിപ്പോൾ നമ്മുടെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് വെയിറ്റ് കൂട്ടുവാനും അത് വെയിറ്റ് കുറയ്ക്കുവാനും സഹായിക്കുന്നതാണ്. അത് ഡിപ്പെൻസ് ആണ്, നമ്മൾ ചെയ്യുന്ന രീതികൾക്കനുസരിച്ചിരിക്കും. ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് വളരെയധികം സൂപ്പറായിട്ടുള്ള സംഭവമാണ്. ഞാൻ ഇതിനു മുമ്പ് വെയിറ്റ് ലോസ് വിത്ത് സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ അതിലും ഞാനിതുപോലെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡ്രിങ്ക് കഴിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കമൻറ്റ് ബോക്സിൽ നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് വീഡിയോ മുഴുവനായിട്ട് കാണുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, അല്ലാതെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഹലോ, അപ്പോൾ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് 4 സ്പൂൺ ഓട്സ് ആണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓട്സ് ആണോ അത് ഉപയോഗിക്കാവുന്നതാണ്. അത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാച്ചിയ പാലാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഡയറക്റ്റ് പാൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമല്ല. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. കാച്ചിയ പാൽ ഉപയോഗിക്കാനേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ആടിൻ്റെ പാലായിരുന്നാലും കാച്ചിയത് തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഒരു പഴമാണ് എടുക്കുന്നത്, അതായത് ഏത്തപ്പഴമല്ല, ബാക്കി ഏത് പഴം വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് 2 സ്പൂൺ ബദാം, 2 സ്പൂണല്ല 2 ബദാമും 2 പിസ്തയും ആണ് എടുക്കുന്നത്. പിന്നെ 1 സ്പൂൺ ചൈന സീഡ്സ് ആണ് എടുക്കുന്നത്. അതേപോലെ തന്നെ 2 കാഷ്യൂനട്ട്, ഇതേ അളവ് തന്നെ. അതേപോലെ 2 സ്പൂൺ പീനട്ട്, അതായത് കപ്പലണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഇതേ അളവ് തന്നെ ആയിരിക്കണം എടുക്കുന്നത്. ഇതിന് കൂടാനോ കുറയാനോ പാടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ കൂടാനോ കുറയാനോ പാടില്ല. വെള്ളം വയ്ക്കാനുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഒരുപാട് അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയറ്റീഷ്യനൊക്കെ കണ്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്കിവിടെ ഇനി മിക്സ് ചെയ്തിട്ട് രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ റെഡി ആയിട്ട് വരും. അതെല്ലാം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. അതല്ലെങ്കിൽ രാവിലെ യൂസ് ചെയ്തിട്ട് നമുക്ക് രാവിലെ കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. രാത്രിയൊക്കെ ആകുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നന്നായിട്ടിരിക്കും. എന്നിട്ട് തണുപ്പ് മാറിയതിന് ശേഷം കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏത് കട്ട് ഫ്രൂട്ട്സ് വേണോ യൂസ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഉപയോഗിക്കാം. അത് നമ്മൾ ഇത് എപ്പോഴാണ് കഴിക്കുന്നത് ആ സമയത്ത് മാത്രം കട്ട് ഫ്രൂട്ട്സ് യൂസ് ചെയ്യുക. ഈ പൈനാപ്പിളും ഓറഞ്ചും ഒക്കെ തലേ ദിവസമേ ഇട്ട് വെച്ചിരുന്ന ചിലപ്പോൾ കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് മാത്രം കട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു തരത്തിലും ഷുഗറോ ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല. ഷുഗറോ ശർക്കരയോ അങ്ങനെ ഒന്നും. നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ കുറച്ച് ഹണി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു തരത്തിലും ഷുഗർ ആഡ് ചെയ്തിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ്, ഒട്ടും മധുരം ഇല്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ആഡ് ചെയ്യാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. തേൻ പോലും ആഡ് ചെയ്യാതെ തന്നെയാണ് ഇത് കഴിക്കേണ്ടത്. അങ്ങനെ ഒരു മധുരവും ആഡ് ചെയ്യാതെ വേണം നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കാൻ. അത്ര മധുരം ഇല്ലയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വേറെ ഏതെങ്കിലും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് മധുരം വരുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.